ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മീറ്റർ റീഡിംഗ്, KSEBയുടെ എനർജി മീറ്റർ റീഡിംഗ് എങ്ങനെ എടുക്കാമെന്നതിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട എനർജി മീറ്റർ എന്നത് ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം സമ്മേഷനാണ്. ഒരു ലിമിറ്റ് തൊട്ട് മറ്റൊരു ലിമിറ്റ് വരെയുള്ള അതിൻ്റെ ഇടയിലുള്ള വാല്യൂസിൻ്റെ സമ്മേഷനാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എനർജി മീറ്റർ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ്. ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഓഡോമീറ്റർ ഉണ്ടല്ലോ, നമ്മുടെ കിലോമീറ്റർ കാണിക്കുന്ന മീറ്റർ. അതായത് വണ്ടി എടുത്ത അന്ന് തൊട്ട് വണ്ടി വാങ്ങിച്ച അന്ന് തൊട്ട് ഇത്രയും നാൾ വരെ എത്ര കിലോമീറ്റർ ഓടി എന്ന് കാണിക്കുന്ന ഓഡോമീറ്റർ, കിലോമീറ്റർ കാണിക്കുന്ന മീറ്റർ, അതൊരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. പക്ഷേ വണ്ടിയുടെ സ്പീഡോമീറ്ററോ, നമ്മൾ പോകുന്ന സ്പീഡ് കാണിക്കുന്ന അതൊരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് നമ്മൾ പോകുന്ന ആ സമയത്തെ സ്പീഡ് എത്രയാണെന്നോ അത് കാണിക്കും. വണ്ടി ഓഫായി കഴിഞ്ഞാൽ, വണ്ടി നിന്ന് കഴിഞ്ഞാൽ ആ സ്പീഡ് 0 ആണെങ്കിൽ അത് 0യിൽ വരും അല്ലേ. പിന്നെ അതിൻ്റെ അകത്ത് വാല്യൂസ് ഒന്നും കാണിക്കത്തില്ല. പക്ഷേ ആ സമയത്ത് കിലോമീറ്റർ കാണിക്കുന്ന മീറ്റർ ഉണ്ടോ, നമ്മൾ ഇത്രയും നാൾ എത്ര ഓടി എന്ന് കാണിക്കും. അതൊരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ്. അതേപോലെ നമ്മുടെ മീറ്റർ, KSEBയുടെ എനർജി മീറ്റർ വെച്ച അന്ന് തൊട്ട് ഇന്ന് വരെ എത്ര റീഡിങ്സ് നമ്മൾ അല്ലെങ്കിൽ എത്ര യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു എന്ന് കാണിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ എനർജി മീറ്റർ. അപ്പം മാർക്കറ്റിൽ നമ്മൾ പണ്ട് തൊട്ട് പലതരം എനർജി മീറ്റർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ഈ കാണുന്ന പോലെ ഒരു ഡിസ്ക് ടൈപ്പ് എനർജി മീറ്റർ ആയിരുന്നു അല്ലേ. അതിനകത്തൊരു അലൂമിനിയം ഡിസ്ക് ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് ഡിസ്ക് കറക്കം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഈ കാണിച്ചേക്കുന്ന കൗണ്ടറിൻ്റെ അകത്ത് കൗണ്ടർ മാറി മാറി വരും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇത്രയും നാൾ എത്ര ഉപയോഗിച്ചു എന്നും അറിയാം. അപ്പോൾ നമ്മൾ ഒരു മാസം എത്ര ഉപയോഗിച്ചു എന്ന് അറിയണമെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ മാസത്തെ റീഡിങ് ഇപ്പോഴത്തെ റീഡിങ്ങിൻ്റെ അകത്തുനിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ മാസം നമ്മൾ എത്ര ഉപയോഗിച്ചു എന്ന് മനസ്സിലാക്കാം. അപ്പം ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എനർജി മീറ്റർ റീഡിങ് അറിയായിരുന്നു. ആദ്യം ഈ ഡിസ്ക് ടൈപ്പ് ആയിരുന്നു, പിന്നെ നമുക്ക് എന്ത് വന്നു, ഡിജിറ്റൽ എനർജി മീറ്റർ വന്നു. ഡിജിറ്റൽ എനർജി മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ, ഈ പടത്തിൽ കാണുന്നത് പോലെ ഇതിലും കൗണ്ടർ തന്നെയായിരുന്നു. നമുക്ക് ഒറ്റ നോട്ടത്തിൽ റീഡിങ് അറിയാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ മറ്റേ ഡിസ്കിന് പകരം ഇമ്പൾസ് ആയിരുന്നു. ഓരോ തവണയും ഓരോ ഇമ്പൾസ് വരും. അതായത് നമ്മുടെ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്ന അനുസരിച്ചായിരുന്നു. പിന്നെ നമുക്ക് അതിനുശേഷം നമുക്ക് എന്ത് വന്നു, ഡിജിറ്റലി തന്നെ ഡിസ്പ്ലേ ഉള്ള ടൈപ്പ് എനർജി മീറ്റർ വന്നു. LCD ഡിസ്പ്ലേ ഉള്ള ഡിജിറ്റൽ എനർജി മീറ്റർ വന്നു. അതിൻ്റെ അകത്ത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ റീഡിങ് അറിയാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ KSEB ഉപയോഗിക്കുന്ന മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ഉള്ള മീറ്റർ തന്നെയാണ്. പക്ഷേ അത് TOD മീറ്റർ എന്ന് പറയും, ടൈം ഓഫ് ഡേ മീറ്റർ. അതായത് നമ്മുടെ സമയത്തെ 24 മണിക്കൂർ സമയത്തെ 3 സോണായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ റീഡിംഗ് എടുക്കുന്ന ടൈപ്പ് മീറ്റേഴ്സാണ് TOD മീറ്റേഴ്സ്. TOD മീറ്റേഴ്സ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഉപയോഗിക്കുന്നില്ലായിരുന്നു. മെയിൻലി ഇത് ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനായിരുന്നു TOD മീറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രീസിന് കൊടുക്കുന്ന സപ്ലൈ അതിൻ്റെ നമ്മുടെ പൈസ ഈടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലെ പോലെ മൊത്തത്തിലുള്ള കൺസംഷൻ വെച്ചല്ലായിരുന്നു. അവർക്ക് രാവിലെ ഉപയോഗിക്കുന്നതിന് ഇത്ര റേറ്റ്, വൈകുന്നേരം ഉപയോഗിക്കുന്നതിന് ഇത്ര രൂപ, രാത്രി ഉപയോഗിക്കുന്നതിന് ഇത്ര രൂപ, അങ്ങനെ പല ഓരോ ടൈം സോണിൽ പല രീതിയിലായിരുന്നു അവർക്ക് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഇൻഡസ്ട്രീസിന് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇൻഡസ്ട്രികൾക്കായിരുന്നു നമ്മൾ TOD മീറ്റേഴ്സ് യൂഷ്വലി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനും TOD മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് നമ്മുടെ ടൈം സോൺ വെച്ചല്ല ബില്ല് ചെയ്യുന്നത്, മൊത്തത്തിലുള്ള ഉപയോഗം വെച്ചാണ് ബില്ല് ചെയ്യുന്നത്. കോമൺ ആയിട്ട് TOD മീറ്റേഴ്സ് എല്ലായിടത്തും അങ്ങ് ഇൻസ്റ്റാൾ ചെയ്തു എന്നാണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ TOD മീറ്ററിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു നമ്മുടെ 24 മണിക്കൂർ സമയത്തെ 3 ടൈം സോണായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ടൈം സോൺ എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ, അതാണ് ടൈം സോൺ T1. ചില മീറ്ററുകളിൽ T1 എന്ന് കാണിക്കും, ചിലതിൽ C1 എന്നായിരിക്കും കാണിക്കുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദി മാനുഫാക്ചറിൽ വരുന്ന ഡിഫറൻസ് അനുസരിച്ച് T1, C1 അങ്ങനെ കാണിക്കും. സെക്കൻഡ് ടൈം സോൺ എന്ന് പറയുന്നത് വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 10 മണി വരെയുള്ള സമയം, അതാണ് ടൈം സോൺ 2, അല്ലെങ്കിൽ T2 അല്ലെങ്കിൽ C2 എന്ന് കാണിക്കും. അടുത്ത ടൈം സോൺ എന്ന് പറയുന്നത് സോൺ 3, അതായത് രാത്രി 10 മണി തൊട്ട് രാവിലെ 6 മണി വരെയുള്ള സമയം, അത് T3 അല്ലെങ്കിൽ C3 എന്ന് കാണിക്കും. അപ്പോൾ ഈ 3 ടൈം സോൺ ആണുള്ളത്. അപ്പോൾ ഈ 3 ടൈം സോണിലെ റീഡിങ്സ് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന TOD മീറ്ററിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു എക്സാമ്പിൾ, നമ്മുടെ മീറ്റർ എടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മീറ്റർ ഇനീഷ്യൽ കണ്ടീഷൻ വരുന്നിടം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ള പുഷ് ബട്ടൺ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടൈം സോണിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ റീഡിങ്ങിൽ നിന്ന് നെക്സ്റ്റ് റീഡിങ്ങും കൊണ്ട് നമുക്ക് മൂവ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സെറ്റിങ്ങിലോട്ടൊന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാം ഡിസ്പ്ലേയും ഓൺ ആയിരിക്കും. അത് ഇതിൻ്റെ അകത്തുള്ള ഈ ഫുള്ള് 8888 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാ ഇൻഡിക്കേഷൻസ് ഓണായി കിടക്കുന്ന സ്റ്റേജാണ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മൾ റീഡിങ് നോക്കി തുടങ്ങുന്നത്. ഓക്കെ, ഇതിന് ശേഷം വരുന്ന കാണിക്കുന്നത് വെച്ചാൽ നമ്മുടെ മീറ്ററിൽ ബി ഗുഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. ബാറ്ററി ഗുഡ് കണ്ടീഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഇന്നത്തെ ഡേറ്റ്, ഇന്ന് എത്രയാണ്, 8/7/2020 അതിൻ്റെ ഡേറ്റ് കാണിക്കുന്നു. ഇപ്പോഴത്തെ കറണ്ട് ടൈം 12 മണി 7 മിനിറ്റ് 24 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ടൈം കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് വരുന്ന സപ്ലൈയുടെ വോൾട്ടേജ്. ഇപ്പോൾ എത്ര വോൾട്ടേജാണ്, 236 വോൾട്ട് ആണെങ്കിൽ അത് കാണിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന എത്ര ആംപിയർ കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് 0.87 ആംപിയർ കറണ്ട് കൺസംഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് ഏത് പവർ ഫാക്ടറിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് PF എന്ന് കാണിക്കുന്നത്. PF 0.99. ആക്ച്വലി നമുക്ക് വേണ്ട പവർ ഫാക്ടർ യൂണിറ്റി പവർ ഫാക്ടർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്ത് പവർ ഫാക്ടർ 0.8നും 0.9 അല്ലെങ്കിൽ 1നും ഇടയിലായിട്ട് വേരി ചെയ്യും. 0.99 എന്ന് പറയുന്നത് നല്ല പവർ ഫാക്ടറാണ്. 1 കിട്ടിയാൽ അത്രയും ബെറ്ററാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കൺസംഷൻ, എത്ര വാട്ട് പവർ നമ്മൾ കൺസ്യൂം ചെയ്യുന്നു, അതാണ് 0.2 കിലോ വാട്ട് എന്ന് കാണിച്ചേക്കുന്നത്. ദാറ്റ് ഈസ് 0.2 കിലോ വാട്ട്സ് 200 വാട്ടാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് കാണിച്ചേക്കുന്നതാണ് 4992 കിലോ വാട്ട് അവർ, kWh. അതാണ് നമ്മുടെ ഇത്രയും നാളത്തെ എനർജി കൺസംഷൻ. അതായത് എനർജി മീറ്റർ എന്നൊരു ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ മീറ്റർ വെച്ച് അന്ന് മുതൽ ഇത്രയും നാൾ നമ്മൾ 4992 കിലോ വാട്ട് അവർ കൺസ്യൂം ചെയ്തു. 1 കിലോ വാട്ട് അവർ ആണ് ഒരു യൂണിറ്റ്. അതായത് നമ്മുടെ ഇത്രയും നാളത്തെ കൺസംഷൻ എന്ന് പറഞ്ഞാൽ 4992 യൂണിറ്റാണ് കൺസംഷൻ. അപ്പം ഇപ്പോഴത്തെ നമ്മുടെ കൺസംഷൻ, അതായത് നമ്മുടെ ഈ മാസം ബില്ല് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള കൺസംഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ, ഇതിന് തൊട്ട് മുമ്പത്തെ ബില്ല് നോക്കുക, അതിലെ മീറ്റർ റീഡിംഗ് എത്രയാണോ അത് ഈ 4992 നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ എനർജി കൺസംഷൻ എത്ര യൂണിറ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ ഈ kWh എന്നാണ് നമ്മുടെ എനർജി കൺസംഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നോക്കുക. ഈ മീറ്ററിൽ kWh വരുന്നതാണ് നമ്മുടെ എനർജി കൺസംഷൻ. ഓക്കെ, ഈ kWh തന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ മീറ്റർ TOD മീറ്ററാണ്, ടൈം ഓഫ് ഡേ മീറ്ററാണ് പറഞ്ഞു. അപ്പോൾ 3 സോണിലെ റീഡിങ്സും കാണിക്കുന്നു പറഞ്ഞു. അതാണ് ഈ കാണിക്കുന്നത്. ഈ T1 എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞതാണ് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത് നമ്മൾ ഇത്രയും നാൾ ഉപയോഗിച്ചത് 2688 യൂണിറ്റാണ്. വൈകുന്നേരം 6 തൊട്ട് രാത്രി 10 മണി വരെയുള്ള ടൈം സോൺ 2ൽ നമ്മൾ ഉപയോഗിച്ചത് 1027 യൂണിറ്റാണ്. രാത്രി 10 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ 6 മണി വരെയുള്ള ടൈം സോൺ 3ൽ നമ്മൾ ഉപയോഗിച്ചത് 1277 യൂണിറ്റാണ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള കൺസപ്ഷനാണ് എത്ര, 4992. അതായത് T1, T2, T3 ഈ 3 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 4992 യൂണിറ്റ് കിട്ടും. അപ്പം ഈ 4992 യൂണിറ്റിനാണ്